ഭാര്യയെ കൊലപ്പെടുത്തിയ ഭർത്താവിനെ ഭാര്യയുടെ സ്വത്തിന് അവകാശമില്ലെന്ന് ഹൈക്കോടതി വിധി. കൊലയാളി സ്വത്തവകാശം നേടുന്നതിനെ കോടതിക്ക് തടയാമെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. സ്വത്തവകാശ നിയമം ഇത്തരം കേസുകളിൽ ബാധകമല്ല. നിയമതത്വം ബാധകമാകുന്നത് കൊലയാളിയുടെ മൗലികാവകാശത്തെ ലംഘിക്കുന്നില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഭാര്യയുടെ സ്വത്തിന് പ്രതിക്ക് അവകാശമുണ്ടെന്ന ജില്ലാ കോടതി വിധി റദ്ദാക്കിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ നിർണായക ഉത്തരവ്. ജസ്റ്റിസ് എസ് ഈശ്വരൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിൻ്റേതാണ് ഉത്തരവ്. 1996 ക്രിസ്ത്യൻ മതവിശ്വാസികളായ സ്ത്രീയുടെയും പുരുഷന്റെയും വിവാഹം. വിവാഹശേഷം ഇവർ ജോയിന്റ് അക്കൗണ്ടിൽ 75,000 നിക്ഷേപിച്ചിരുന്നു. 1997 സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തിയത്. ഇതിനുശേഷം ഇയാളെ അറസ്റ്റ് ചെയ്യുകയും സെക്ഷൻ കോടതി ശിക്ഷിക്കുകയും ചെയ്തു. ജോയിന്റ് അക്കൗണ്ടിലെ തുകയ്ക്കായി കൊല്ലപ്പെട്ട സ്ത്രീയുടെ അമ്മ ക്ലെയിം ചെയ്തു. എന്നാൽ സ്വത്തവകാശം ഭർത്താവിനാണെന്നായിരുന്നു നെയ്യാറ്റിൻകര മുനിസിപ്പൽ കോടതിയുടെയും ജില്ലാ കോടതിയുടെയും വിധി. ഇതിനെതിരെ സ്ത്രീയുടെ അമ്മ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇത് പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ സുപ്രധാനമായ വിധി എത്തിയിട്ടുള്ളത്.